ജനവിധി 2026 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പൊതുജനങ്ങൾ ഏറ്റവും ഉറ്റുനോക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മണലൂർ നിയോജക മണ്ഡലം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു മണലൂർ നിയോജക മണ്ഡലം. 1957 ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോസഫ് മുണ്ടശ്ശേരിയിലൂടെ ആദ്യ ഭരണം LDFന് കിട്ടിയെങ്കിലും തുടർന്ന് 1960 മുതൽ 2001 വരെ പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന്റെ ശക്തരായിട്ടുള്ള നേതാക്കൾ ഭരിച്ച ഒരു മണ്ഡലം കൂടിയാണ് മണലൂർ നിയോജക മണ്ഡലം. പിന്നീട് 2006 മുരളി പെരുന്നെല്ലിക്ക് ഭരണം കിട്ടുകയും തുടർന്ന് 2011 PA മാധവൻ MLA കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ചെങ്കിലും കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷമാണ് മണലൂർ നിയോജക മണ്ഡലത്തിൽ ഭരണം കൈയാളുന്നത്. ഇന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കരുത്തരായ 3 സ്ഥാനാർത്ഥികൾ മണലൂർ നിയോജക മണ്ഡലത്തിന്റെ അങ്കപ്പോരിൽ ഇറങ്ങുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് UDFനായി മത്സരരംഗത്ത് ഇറങ്ങുന്ന മുൻ MP, മുൻ MLA, നിലവിൽ AICC സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ TN പ്രതാപനാണ്. സർ, നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. വളരെ തിരക്കുള്ളൊരു സമയമാണ് അല്ലെ? ഈ ഒരു സമയത്ത് സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ള നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മണലൂർ നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ വളരെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു. കാരണം വർഷങ്ങളോളം കോൺഗ്രസ് അവിടെ ഭരണം കൈയാളിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. നിലവിൽ 10 വർഷമായിട്ട് ഇടതുപക്ഷമാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ വിജയത്തെ നിലവിൽ മണലൂരിൽ താങ്കൾ വിലയിരുത്തുന്നത്? മണലൂരിൽ 2 ട്രാക്ക് ഉണ്ട്. ഒന്ന് ഓൾഡ് മണലൂരുണ്ട്, ന്യൂ മണലൂരുണ്ട്. ഓൾഡ് മണലൂരിൽ ഈ ചൂണ്ടലും ഉണ്ടായിരുന്നില്ല, കണ്ടാണിശ്ശേരിയും ഉണ്ടായിരുന്നില്ല. ഈ ന്യൂ മണലൂരിൽ കണ്ടാണിശ്ശേരിയും ചൂണ്ടലും കടന്നു വന്നു. ഒപ്പം അന്തിക്കാട് പഞ്ചായത്ത് അതിൽ നിന്നും നാട്ടികയിലേക്ക് പോയി. അതുകൊണ്ട് ഒരു പുതിയ മണലൂർ, വാടാനപ്പള്ളിയും അതുപോലെ പണ്ട് നാട്ടികയിലായിരുന്നു. തീരദേശ മേഖലകൾ കൂടി വാടാനപ്പള്ളി ഇതിലേക്ക് വന്നു. 3 പുതിയ പഞ്ചായത്തുകൾ ഇതിലേക്ക് കടന്നു വന്നു. ഇതിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് അന്തിക്കാട് നാട്ടികയിലേക്ക് പോവുകയും ചെയ്തു. ഒരു ന്യൂ മണലൂരാണ്. ന്യൂ മണലൂരിൽ ആദ്യത്തെ MLA കോൺഗ്രസിന്റെ PA മാധവനാ. തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ, രമ്യ പറഞ്ഞതുപോലെ, മണലൂരിന് ഒരു കോൺഗ്രസ് ബേസ് ഉള്ള മണ്ണാണ്. ഏത് കാലത്തും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഒന്ന് മതനിരപേക്ഷവാദികളാണ് അവിടെയുള്ള ആളുകൾ. സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോൾ മന്യ മതങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. സമാധാനകാംക്ഷികളാണ്. ഏറ്റവും പ്രധാനം കൃഷിക്കാരാണ്. കർഷകരെപ്പോഴും കർഷകരുടെ മനസ്സെപ്പോഴും മണ്ണും മനുഷ്യനെയും ചേർന്ന് നിൽക്കുന്ന മനസ്സായതുകൊണ്ട് അവർ ശാന്തി, സമാധാനം, സൗഹൃദം, ഇതാണ് കൃഷിക്കാരൻ്റെയും കർഷക തൊഴിലാളിയുടെയും ഹൃദയത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ മണലൂരിനൊരു കോൺഗ്രസ് മണമുണ്ട്. ആ കോൺഗ്രസിൻ്റെ മണമുള്ള മണലൂര് തീർച്ചയായും 2 തവണ തുടർച്ചയായി കോൺഗ്രസിന് നഷ്ടപ്പെട്ടെങ്കിൽ ഈ തവണ 2026 മണലൂര് 100% ഉറപ്പാണ്. കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും. മണലൂർക്കാർ ഈ ദിവസങ്ങളിൽ മണലൂരുമായി ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയിൽ മാത്രമല്ല, ഞാൻ മണലൂർ MP ആയിരുന്നു. ഞാൻ MLA ആവണേക്കാളും മുമ്പ്, അല്ലെങ്കിൽ DCC പ്രസിഡന്റ് ആവണേക്കാളും മുമ്പൊക്കെ തന്നെ മണലൂരുമായി ഭയങ്കര ബന്ധമുള്ള ആളാണ്. ഞാൻ 10 വർഷം MLA ആയ സ്ഥലമാണ് വാടാനപ്പള്ളി. ഞാൻ നാട്ടിക ശ്രീനാരായണ കോളേജിൽ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ VM സുധീരൻ മണലൂരിൽ 2 ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ VM സുധീരൻ്റെ പ്രചരണത്തിന് നാട്ടിക SM കോളേജിൽ നിന്നും കുട്ടികളെയും കൂട്ടി പാട്ടുപാടി വന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നു. കാലം മുതലേ മുക്കും മൂലയും ഇവിടെയുള്ള ആളുകളെയും ഇവിടുത്തെ ഓരോ സ്വഭാവം അറിയാം. ഞാൻ ജനിച്ച മണ്ണും ഈ വാടാനപ്പള്ളി തൊട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ. സ്വാഭാവികമായും എനിക്ക് ഭയങ്കരമായൊരു സെൻറ്റിമെൻസ് ഉള്ളൊരു സ്ഥലം കൂടിയാണ്. പേഴ്സണലി സെൻറ്റിമെൻസ് ഉള്ള സ്ഥലമാണ്. അത് നോൺ പൊളിറ്റിക്കലാണ്, നോൺ കമ്മ്യൂണലാണ്. അതിനാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ കൃഷിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് മണലൂർ നിയോജക മണ്ഡലം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് സ്വതവേ വിലയിരുത്തുന്നത്? അതുമാത്രമല്ല, പൊതുജനങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ അവർക്ക് ഗുണകരമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ദോഷകരമായിട്ടുണ്ടാകാം എന്നാണ് വിശ്വസിക്കുന്നത്? ഒറ്റ കാര്യം മാത്രം മതി. എന്തുകൊണ്ട് നിലവിലുണ്ടായിരുന്ന മണലൂർ MLAക്ക് CPIMന്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും മത്സരിക്കാൻ വീണ്ടും അവസരം കൊടുത്തില്ല? മറ്റു പലർക്കും കൊടുത്തല്ലോ. എന്തുകൊണ്ട് മണലൂർ MLAക്ക് കൊടുത്തില്ല? മണലൂരിൽ വികസനം നടക്കുകയും മണലൂർ MLAയുടെ പെർഫോമൻസ് തൃപ്തികരമാണെന്ന് സ്വന്തം പാർട്ടിക്ക് തോന്നുകയും ചെയ്താൽ കൊടുത്തല്ലോ. സ്വന്തം പാർട്ടിക്ക് തൃപ്തികരമാണെന്ന് തോന്നിയ ആളുകൾക്കൊക്കെ
4 തവണ കഴിഞ്ഞിട്ട് പോലും എക്സംഷൻ കൊടുത്തു കേരളത്തിൽ പലയിടത്തും. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ എക്സംഷൻ കൊടുത്ത ആളുകളുണ്ട്. മണൂർ MLA എന്തുകൊണ്ട് കൊടുത്തില്ല? ആ നാട്ടുകാരനായിരുന്നിട്ട് പോലും, 3 തവണ MLA ആയിരുന്നിട്ട് പോലും, 2 തവണ തുടർച്ചയായിട്ട് 1 തവണ ബ്രേക്കും വന്നു. പാർട്ടി തന്നെ പറയുന്നു, CPM തന്നെ പറയുന്നു, LDF തന്നെ പറയുന്നു, ഈ മണ്ഡലത്തിൽ കാര്യമായി ഒന്നും നടന്നിട്ടില്ല. പാർട്ടി തന്നെ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് CPM തന്നെ വിലയിരുത്തുന്നു. പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? UDF പറയേണ്ട കാര്യമുണ്ടോ? സാധാരണ ജനങ്ങൾ പറയേണ്ട കാര്യമുണ്ടോ? അവിടെ പാർട്ടി തന്നെയല്ലേ വിലയിരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ സിറ്റിംഗ് MLA സീറ്റ് കൊടുക്കുമായിരുന്നല്ലോ. മാറും മണലൂര്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷങ്ങളിലായി 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ റോഡായിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, കുടിവെള്ളം, പാലം എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പുരോഗതിയെക്കുറിച്ച് ഒരു അവകാശവാദമാണ് 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ വികസനം എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ വരുന്ന കുറെ വികസനങ്ങളുണ്ട്. ഞാൻ 15 വർഷം MLA ആയിരുന്ന ആളാണ്. ഞാൻ നാട്ടിൽ കൊടുങ്ങല്ലൂർ MLA ആയിരിക്കുമ്പോൾ കൊടുങ്ങല്ലൂർക്കാർ പറയും 1000 കോടിയുടെ വികസനം ഞാൻ നടത്തിയത്. ഞാനല്ലേ പറഞ്ഞത്, കൊടുങ്ങല്ലൂർക്കാർ പറയും 1000 കോടിയുടെ വികസനം കൊണ്ടുവന്നു. ശരിയാണ്, നമ്മുടെ മുസ്ലിം പൈതൃക പദ്ധതി കൊണ്ടുവന്നു. അങ്ങനെ കുറേ സ്കീമുണ്ട്. ഇപ്പം നാട്ടിൽ MLA ആയിരിക്കുമ്പോൾ സ്നേഹതീരം, ഇൻഡോർ സ്റ്റേഡിയം, ചേറ്റുവ ഹാർബർ, പൊടിക്കക്കടവ് പാലം, മുറ്റിച്ചൂര് പാലം, അങ്ങനെ എടുത്ത് പറയും. ഈ ബഡ്ജറ്റിൽ വരുന്ന വർക്കുകൾ അല്ലെങ്കിൽ എല്ലാം റൊട്ടീൻ വർക്കുകൾ വരുന്നതാണ് സ്വാഭാവികമായിട്ടും. അതിന് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രം ഉണ്ടായാൽ മതി. ഒരു റൊട്ടീൻ വർക്കുകൾ വരും. അന്ന് ഇത്ര വലിയ വികസനം കൊണ്ടുവന്നിട്ട് പിന്നെ എന്തിനാ നല്ല MLA മാറ്റി? എന്തിനാ മാറ്റി? ചോദ്യമല്ലേ? രമ്യയുടെ മനസ്സിന് ചോദ്യമില്ലേ? സത്യസന്ധമായ ചോദ്യമില്ലേ? രമ്യയുടെ കൺമുന്നിൽ തന്നെ മാറ്റാത്ത ചില ആളുകൾ കാണാലോ. തീർച്ചയായും ആ പേരൊന്നും പറയണ്ട. ഇതെന്താ മാറ്റിയത്? ആൻസർ ക്ലിയർ. പക്ഷെ ഒരു കാര്യം, ആ ആൻസർ കൊണ്ട് വിഷയം തീരില്ല. മണലൂര് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള സ്ഥലമാണ്, ഏറ്റവും വലിയ വിസ്തൃതിയുള്ളൊരു മണ്ഡലമാണ്, കുറേ കാർഷിക മേഖലയാണ്. ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ നെല്ലറ എന്ന് പറയാവുന്നത് മണലൂരിനെ. അവിടുത്തെ കൃഷിക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നെല്ല് സംഭരണത്തിൽ, അതേപോലെ ഉപ്പുവെള്ളം കയറി സമയത്തിന് വെള്ളം കിട്ടാതെ. ഇപ്പം തന്നെ ഞാൻ പോയി കലക്ടർ മുന്നിൽ കുത്തിരിക്കേണ്ടി വന്നു. 15 വർഷം MLA, 5 വർഷം MP ആയ എന്നെ പോലത്തുള്ള ആള് കലക്ടർ ഓഫീസിന്റെ മുന്നിൽ പോയി കുത്തിരിപ്പ് നടത്തിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഈ പാടത്ത് വെള്ളമില്ലാതെ വെള്ളം എത്തിക്കേണ്ടി വന്നത്. പാടത്ത് വെള്ളമില്ലാത്തത് കൊണ്ട് പിന്നെ ഈ കതിരെടുത്ത നെല്ല് ഉണങ്ങിപ്പോയി. പാടത്ത് ഈ വേനലിൽ വെള്ളം വന്നാൽ മാത്രമേ കിണറിലും വെള്ളം ഉണ്ടാവുള്ളൂ. കുടിവെള്ളത്തെയും ബാധിക്കും. ആരും പറയാനും ചോദിക്കാനും ഇല്ല. എന്താ പറയുക, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോയിട്ട് കലക്ടർ ഓഫീസിന്റെ മുന്നിൽ ജനപ്രതിനിധികളുമായി പോയിരിക്കേണ്ടി വന്നത്. ഇതാണ് ഒരു ചിത്രം. ഇപ്പം ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ളം ഇല്ലാതെ നാട്ടുകാരും എല്ലാവരും കൂടി വലിയ സമരം, പ്രായം ചെന്ന അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെ ആളുകൾ. എന്നെ ഇവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. ഞാനെ കണ്ടിട്ടില്ല ചെറുപ്പക്കാരൻ, പക്ഷെ ചിലപ്പോൾ ഒരു നേരിട്ടിട്ട് എന്നോട് വ്യക്തിപരമായി ബന്ധമുള്ള ആളല്ല. എൻ്റെ നമ്പർ എങ്ങനെ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചു, സങ്കടം പറഞ്ഞു. ഞാൻ അവിടേക്ക് നേരിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ആളുകളുമായി ചെന്നു. അവർ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, പൈപ്പിലും വെള്ളമില്ല, വെള്ളം വരുന്നില്ല, ആരും വെള്ളം സപ്ലൈ ചെയ്യുന്നില്ല. എന്തൊരു സങ്കടകരമായ സ്ഥിതിയാണ് ഇത്. മണലൂരിന് ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, അത് കിഴക്കൻ മേഖലകളിലും കോൾനിലങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുമൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി. മണലൂരിൽ ഇത്തരത്തിൽ പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും ഗുരുതരമായ വിഷയം കുടിവെള്ള വിഷയമാണ്. വെള്ളം ആളുകൾക്ക് കുടിക്കാൻ കിട്ടണം. കുടിക്കാനുള്ള വെള്ളം മണലൂരത്തെ ഒരു ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി നോക്കുക, സഞ്ചാരയോഗ്യമല്ലാത്ത ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി. അടിസ്ഥാന സൗകര്യ വികസനത്തിലും അതേപോലെ ഒരു മനുഷ്യന് വേണ്ടി വരുന്ന ഏറ്റവും മിനിമം നീഡ്സ് കിട്ടുന്നതിൽ മണലൂര് പുറകിലാണ്. ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ ഞാൻ ഇല്ല, എനിക്ക് അതല്ല നമ്മുടെ ശൈലി. ഒരു നെഗറ്റീവ് രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിക്കാത്ത ആളാണ്. പോസിറ്റിവിസത്തെ കൊണ്ടു നടക്കുന്ന ആളാണ്. എല്ലാത്തിനോടും പോസിറ്റീവായി കാണുമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു വ്യക്തിയെയോ ആരെയും വിമർശിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ ചില ശൈലിയും പരിമിതിയും ഒക്കെ ഉണ്ടാവും. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ വിദ്യാർത്ഥി പ്രവർത്തനമായിരിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. 6.5 വർഷക്കാലം 6.5 വർഷക്കാലം മെമ്പറായിരുന്ന ആളാണ്. അവിടെ നിന്നാണ് ഞാൻ പിന്നീട് 2009 വളരെ ചെറിയ പ്രായത്തിൽ അന്നത്തെ നാട്ടിൽ കൃഷിമന്ത്രിയായിരുന്ന പ്രഗത്ഭനായ കൃഷിമന്ത്രിയെ പരാജയപ്പെടുത്തി MLA ആയിട്ട് വന്ന ആളാണ് ഞാൻ. പോയ വഴികളിലൂടെ ആരെങ്കിലും നിഷ്പക്ഷമായൊരു ബോധക്കണ്ണാടി വെച്ച് നോക്കിയാൽ മതി.
രാഷ്ട്രീയോ ജാതി മതമൊന്നുമില്ല. മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കൂടെ നിൽക്കും. അതിന് ഏത് അർത്ഥം വരെ റിസ്ക് എടുക്കും. ആരുടെ മുന്നിലും പോകും. അത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായ IAS മുതൽ ഒരു പിയൂണ് വരെ ഞാൻ പോയി കാല് പിടിക്കും ജനങ്ങൾക്ക് വേണ്ടി. അത് നേടിയിട്ടേ പോരുള്ളൂ, നടപ്പിലാക്കിയിട്ടേ പോരുള്ളൂ. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. മണലൂർ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കൃഷിക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കുടിവെള്ളത്തിൻ്റെ പ്രയാസം, അതേപോലെ തന്നെ റോഡുകളുടെ പ്രയാസം എടുത്ത് കാണിക്കാവുന്ന എന്തെങ്കിലും ഒരു സ്ഥലമുണ്ടോ? ഞാൻ പോയ വഴികൾ നോക്കിയേ. കൊടുങ്ങല്ലൂർ MLA ആയപ്പോൾ ഞാൻ മുസ്ലിം സ്പൈസർ പദ്ധതി കൊണ്ടുവന്നു. ഇവിടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ്കുമാർ മുഖർജിയെ ഞാൻ അവിടെ കൊണ്ടുവരികയുണ്ടായി. ഇതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഇന്ന് തൃശ്ശൂർ ജില്ല ഏറ്റവും മികച്ച ആശുപത്രിയാക്കി മാറ്റി. സ്നേഹതീരം കൊണ്ടുവന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചേറ്റവും ഹാർബർ, അങ്ങനെ എന്നെ പറയുന്നില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് മണലൂർ കാണിക്കാനുണ്ടോ? ഈ കണ്ടാണിശ്ശേരി, ചൂണ്ടൽ, ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി, തേക്കാട് തുടങ്ങി, ഈ പിന്നെ എളവള്ളി തുടങ്ങി, പാവർട്ടി, നേരെ മുല്ലശ്ശേരിയും വെങ്കടങ്ങും അരിമ്പൂരും മണലൂരും വാടാനപ്പള്ളി വരുന്ന സ്ഥലത്ത് എന്താ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഞാൻ ഈ പ്രേക്ഷകരോട് പറയാണ്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കുക. നിങ്ങൾ ഒരു പിന്നെ തുടർച്ചയായിട്ട് 10 വർഷം പോലത്തെ പരീക്ഷയിൽ ഒരു അവസരം എന്താ, ഒരു ടെസ്റ്റ് കേസ് ഞാൻ അതിൽ പരാജിതനാണെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ തിരിച്ചു വിളിക്കാൻ ഭരണഘടനാപരമായി അവകാശമില്ലെങ്കിൽ പോലും എന്നെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്കൊരു ടെസ്റ്റ്, ഒരൊറ്റ ടെസ്റ്റ്. ഞാൻ എൻ്റെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് ജനപ്രതി എന്ന നിലയ്ക്ക്. പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെയുള്ളൊരു എക്സ്പീരിയൻസ്. എവിടെ ഏത് വാതിൽ മുട്ടിയാലാണ് പിന്നെ ജനങ്ങളുടെ കാര്യം നടക്കുക എന്ന് നല്ല ബോധ്യമുണ്ട്. ആ ഒരു സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് വരുന്നത്. ഷുവർ. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പില് മണലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെ LDFന് ഒരു പൊടി മുൻതൂക്കമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിലെ സംഘടന പോരുകളും പുറത്തു വരുന്ന ഒരു സമയം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം സംസാര വിഷയമാവുന്ന ഒരു സമയത്ത് അവിടുത്തെ വിജയത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ എത്രമാത്രം വിജയം സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ 13,000-ൽ താഴെ വോട്ടിന് ഭൂരിപക്ഷം മേടിച്ച സ്ഥലമാണ് മണലൂർ അന്ന്. അതേപോലെ തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും LDF UDF തമ്മിൽ. പഞ്ചായത്ത് ഇലക്ഷനിൽ ഓരോ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതൊക്കെ കൂടി കണക്ക്, രാഷ്ട്രീയം മാത്രമല്ല, സ്ഥാനാർത്ഥിക്കും വലിയൊരു പേഴ്സണൽ മാർക്കുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് പഞ്ചായത്ത് ഇലക്ഷൻ. തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ചില പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് വരുന്നത്. ആ പ്രതീക്ഷയ്ക്ക് അവർ ഓരോ ആളുകളെയും ബോധക്കണ്ണാടി വെച്ച് നോക്കും. അവരുടെ ഓരോരുത്തരും മുൻകാല അനുഭവങ്ങൾ നോക്കും. ആ അനുഭവങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസ് പഴയ പോലെ സംഘടനാപരമായി ഇതുപോലൊരു ചിട്ടയും വട്ടത്തോടു കൂടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിട്ടുള്ളത് മണലൂർ ചരിത്രത്തിലുണ്ടാകില്ല. ഞങ്ങൾ എത്രയോ അഡ്വാൻസ് ആണ്. ഏത് ആൾക്കും അറിയാലോ. കോൺഗ്രസിന് മുൻപ് കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു പുതിയ പാഠമാണ് ഞങ്ങൾ മണലൂരിൽ അഡോപ്റ്റ് ചെയ്യണത്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരിക്കലും പെറ്റി പൊളിറ്റിക്സ് മാത്രമല്ല, പൊതുജനങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടി കണക്കിലെടുത്തിട്ടാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻസ്, ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇപ്പൊ 3 പാർട്ടികളുടെയും കരുത്തുറ്റ നേതാക്കളാണ് അംഗക്കളത്തിൽ എത്തുന്നത്. മാത്രമല്ല ഇപ്പൊ BJPക്കും ഒരുപാട് പ്രതീക്ഷകളുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ വോട്ടിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കകളുണ്ടോ? മണലൂർ ഒരു സെക്കുലർ സ്ഥലമാണ്. ഒന്ന് നോക്കിയേ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതുപോലെ സൗഹൃദത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരിക്കലും ഫാസിസ്റ്റുകൾക്ക് സ്കോപ്പുള്ള സ്ഥലമല്ല. മതനിരപേക്ഷതയുടെ മണ്ണാണ് മണലൂർ. മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ പറഞ്ഞ്, സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർക്ക് മണലൂർ ഒരിക്കലും പരവതാനി വിരിക്കില്ല. കാരണം അതാണ് മണലൂരിൻ്റെ പ്രത്യേകത. ഇവിടെ മണലൂർ നോക്കിയോ, ഇത്രമാത്രം ആരാധനാലയങ്ങളുള്ള സ്ഥലം. അത് ഹൈന്ദവ ക്ഷേത്രങ്ങളായാലും ക്രൈസ്തവ ആരാധനാലയങ്ങളായാലും ഇസ്ലാം മതവിശ്വാസികളുടെ ആരാധനകളായാലും എന്തൊരു സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി പോകുന്നൊരു സ്ഥലം മണലൂർ. ആ മണലൂരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും വർഗീയതയുടെ പേര് പറഞ്ഞ ആര് വന്നാൽ അവരൊക്കെ ഉറപ്പായും പിന്തള്ളപ്പെടും. അത് ഉറപ്പ്. അതിനേക്കാളും വലിയൊരു കോൺഫിഡൻസ് വേറെ ഇല്ല. സെക്കുലറിസമാണ് മണലൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ്. അത് മണലൂർക്കാർ തകർക്കില്ല. ഇപ്പോൾ താങ്കൾ മണലൂർ നിയോജക മണ്ഡലം MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം ചെയ്യാൻ, ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതി എന്താണ് ആദ്യമായി നടപ്പാക്കാൻ പോകുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നതിന് എൻ്റെ പാർട്ടി എന്നോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് മണലൂരിൽ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ അറിയുന്നൊരു മണലൂരുണ്ട്, ഞാൻ പഠിച്ചൊരു മണലൂരുണ്ട്, എനിക്ക് ബോധ്യമുള്ളൊരു മണലൂരുണ്ട്.
അതേപോലെ മണലൂരിൽ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നവർ, പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചവർ, പൊതുപ്രവർത്തകന്മാർ, പല റിട്ടയർ ചെയ്ത ഓരോ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, അവരെല്ലാവരെയും ഞാൻ കൂട്ടി യോജിപ്പിച്ച് ഒരു ഇൻട്രാക്ഷൻ നടത്തി. അതിന് വികസന സെമിനാർന്നോ ഒക്കെ പേരിടാം. മണലൂരിന് ഒരു മാനിഫെസ്റ്റോ എന്നായിരുന്നു അതിൻ്റെ കരൾ. അതിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ രൂപീകരിച്ചു. ആ ആശയങ്ങൾ ഇനി മുഴുവൻ വോട്ടർമാരുമായി പങ്കുവയ്ക്കാൻ വേണ്ടി പോവാണ്. മണലൂരിലെ ഓരോ വോട്ടർക്കും 2,10,000 പരം വോട്ടർമാർ മണലൂരിലുണ്ട്. ആ മണലൂരിലെ ഓരോ വോട്ടർമാർക്കും ഓരോ വീട്ടിലും അവർക്ക് അവരുടെ ജനപ്രതിയോട് പറയാനുള്ളത് പറയാൻ വേണ്ടി ഞാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണ്. അവരെ വീട്ടിലെത്തും. ഞാനോ എൻ്റെ പ്രതിനിധിയോ എൻ്റെ ശബ്ദമോ എൻ്റെ ലിറ്ററേച്ചറോ അവരുടെ കയ്യിലെത്തും. അവർക്ക് എന്നോട് അവരുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പ്രയാസങ്ങളും ഷെയർ ചെയ്യാം. ഇടനിലക്കാരന്റെ ആവശ്യമില്ലാതെ നേരിട്ട് പറയാനുള്ള ഒരു ഒരു തരത്തിലും അവർക്ക് എന്നോട് അങ്ങനെ ഈ പ്രത്യേകിച്ചും ഈ മോസ്റ്റ് മോഡേൺ കാലത്ത്, ആധുനിക കാലത്ത് നമുക്ക് എത്രയോ പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം പങ്കുവയ്ക്കാൻ വേണ്ടി. ആ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള അവസരം വഹിക്കാൻ കൊടുക്കണം. അതുകൂടി കണക്കിലെടുത്ത് ഞാൻ മണലൂരിനൊരു കൃത്യമായും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. മണലൂരിൽ 1, 2, 3, 4 ആദ്യത്തെ 100 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, 1 ഇയറിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് 3 ഇയർ എന്ത് ചെയ്യണം, 5 വർഷം പൂർത്തിയാകുമ്പോൾ എന്താണ്, 10 വർഷത്തേക്ക് മണന്ന് ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലും മണലൂരിന് പ്ലാൻ ഉണ്ട്. ഒന്നാമത്തെ പ്ലാൻ കുടിവെള്ള പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ പ്ലാൻ ഉപ്പുവെള്ളം കയറി കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. മൂന്നാമത്തെ പ്ലാൻ മണലൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളകൾ നെല്ലും നാളികേരവും. മണലൂർ ബ്രാൻഡ് കൊണ്ടുവരും. മണലൂർ ബ്രാൻഡ് കൊണ്ടുവരും. ആ മണലൂർ ബ്രാൻഡ് പിന്നെ കേരളത്തിനകത്തും ഇന്ത്യക്ക് വെളിയിലും ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും, ആളുകൾ എത്തിക്കും. പിന്നെ മണലൂർക്കാർക്ക് ഏറ്റവും വലിയ സങ്കടമുള്ളത് ചികിത്സാ സൗകര്യത്തിൻ്റെ പ്രശ്നം. മനുഷ്യൻ്റെ എല്ലാവരും, അത് എൻ്റെ രമ്യയുടെ വീട്ടിലുള്ളവരടക്കം നമ്മളെല്ലാവരും വീട് മരുന്ന് കഴിക്കുന്നവരുണ്ട്. മനുഷ്യന് ഏറ്റവും വലിയ ചിലവുള്ളതെന്ന് ചികിത്സ ചിലവാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളറിയാം. അപ്പം നമ്മളൊക്കെ ജനപ്രതിനിധികൾ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും 4, 5 ആൾ വരും മരുന്ന് വാങ്ങാൻ. മരുന്നിൻ്റെ ലിസ്റ്റുമായി സർക്കാർ ഓഫീസിലെല്ലാം മരുന്നില്ലല്ലോ. എവിടെ പാവപ്പെട്ടവനും പിന്നെ രോഗം മാറ്റാൻ എന്ത് ചെയ്യും? മണലൂരത്തെ ജനങ്ങളെ അവർക്ക് മരുന്ന് വാങ്ങാൻ മാർഗമില്ലാതെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. അവരെ സംരക്ഷിക്കാൻ അവരുടെ കുടുംബക്കാരനായി ഞാനുണ്ടാകും. അത് എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പം ഞാൻ തൽക്കാലം പറയുന്നില്ല, ഞാൻ പറയും. എൻ്റെ പ്ലാൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ. 1, 2, 3 പ്ലാൻ ഉണ്ട്. അത് ഞാൻ അത് പറഞ്ഞില്ലേ, മണലൂരിലെ ജനങ്ങളെ അവർക്ക് മരുന്ന് വാങ്ങാനും ചികിത്സയ്ക്കും മാർഗമില്ലാതെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. പിന്നെ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്തും ദൈവനിശ്ചയപ്രകാരം വരുന്നതിനോട് നമുക്ക് പ്രാർത്ഥനയോടെ കൂടെ സ്വീകരിക്കാം. അത് ദൈവത്തിൻ്റെ നിശ്ചയം കണക്കാക്കാം. അല്ലാത്ത മനുഷ്യന് അവനൊരു സങ്കടം വരുമ്പോൾ അഭയം പറയാൻ ആരെങ്കിലും വേണ്ടേ? അവനൊരു പ്രയാസം വരുമ്പോൾ ഷെയർ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഞാൻ അവരെ ബ്രദറായിരിക്കും, ഞാൻ അവരെ മകനായിരിക്കും, ഞാൻ അവരുടെ കുടുംബക്കാരായിരിക്കും. ഓരോ മണലൂക്കാരനും നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ജന്മമെടുക്കാതെ പോയ ഒരാളെ പോലെ എന്നെ കാണാൻ വേണ്ടി പറ്റും. തുറന്ന പുസ്തകമായിരിക്കും. ഒരിക്കലും എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ കോതലജൻ്റെ പൂട്ടും താക്കോലും വെച്ച് പൂട്ടില്ല. എല്ലാവർക്കും വേണ്ടി തുറന്നു വയ്ക്കും. അതിൽ കൊടിയടിയാളെന്ന് എനിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ വാൾ പോസ്റ്റ് കീറുന്നവർക്കും എൻ്റെ വാൾ പോസ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വേറെ ചെന്നൊട്ടിക്കുന്നവർക്കും സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അപമാനിക്കുന്നവർക്കും ചീത്ത പറയുന്നവർക്കും എല്ലാവർക്കും എൻ്റെ അടുത്ത് സ്ഥാനം ഉണ്ടാകും. നിങ്ങൾക്ക് നാളെ ഒരു പ്രയാസം വന്നാൽ, നിങ്ങളുടെ വീട്ടിലൊരാവശ്യം വന്നാൽ, നിങ്ങളുടെ നാട്ടിലൊരാവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ഒരാളുടെയും, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും, ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയുടെയും, ഒരു ഏരിയ കമ്മിറ്റി മെമ്പറുടെയും, ഒരു ഏരിയ സെക്രട്ടറി ശുപാർശ കത്ത് വേണ്ട. നിങ്ങൾ മണലൂക്കാരനായാൽ മതി. മണലൂക്കാരനാണെങ്കിൽ എൻ്റെ ഹൃദയം മാത്രമല്ല, എൻ്റെ എല്ലാ വാതിലുകളും നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ടാകും. അതിനകത്ത് നിങ്ങൾ പിടിച്ച കൊടി ഏതാണോ, നിങ്ങളുടെ അടയാളം ഏതാണോ, നോ, അതൊന്നും ബാധകമല്ല. ഷുവർ, എഗ്രി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും താങ്കൾക്കെതിരെ പോസ്റ്ററുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റീസെന്റ് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഒരു പോസ്റ്റർ കണ്ടതാണ്. കാരണം TN പ്രതാപൻ MP ആയിരിക്കുന്ന സമയത്ത് മണലൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരു പോസ്റ്റർ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അത് എൻ്റെ ഒരു സംശയം കൂടിയാണ്. ഒറ്റ കാര്യം ഞാൻ മതി, ആ കളക്ടറേറ്റിൽ MP ഫണ്ടിന്റെ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ പോയിട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ നെറ്റിൽ പോയിട്ട് എടുത്തിട്ട് അതിലൊന്ന് വരില്ല മറിയാൽ മതി. ഒരു MP ഒരു വർഷം എത്ര പണം കിട്ടും? കഴിഞ്ഞ 2019 മുതൽ 2024 വരെയുള്ള MP 5 വർഷത്തിനിടയിൽ കോവിഡ് വന്നിട്ട് 2 വർഷക്കാലം MP ഫണ്ട് 8 കോടി കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വെച്ചു. പിന്നെ കിട്ടിയ ഫണ്ട്
100% ഫണ്ട് ചെലവഴിച്ച ഇന്ത്യയിലെ വിരലിലെണ്ണാവുന്ന MP മാരിൽ ഒരാളാണ് അന്നത്തെ തൃശ്ശൂർ MP മാരിൽ ഒരാളാണ്. മണലൂരിന് ഞാൻ കൊടുത്തതിൻ്റെ 1, 2, 3, 4 റെക്കോർഡുണ്ട്. അത് പരിശോധിച്ചപ്പോൾ എനിക്ക് മുമ്പും MP ഉണ്ടായിട്ടുണ്ടല്ലോ. ആ MP ജനിച്ചതും ജീവിച്ചതും വളർന്നതും ഇപ്പോഴും ജീവിക്കുന്നതും മണലൂരാണല്ലോ. ആ MP-യുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസയും ആ MP-ക്ക് കിട്ടിയ മൊത്തം പൈസയും ആ MP-യുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസയും ഞാൻ കൊടുത്ത പൈസയും കൂടി ഒന്ന് കമ്പാരിസൺ നടത്തിയാൽ മതി. അപ്പോൾ ബോധ്യമാവും. അതും 8 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കോവിഡിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിട്ട് പോലും മനസ്സിലാകും. എല്ലാം തുറന്ന പുസ്തകമല്ലേ. പിന്നെ രാഷ്ട്രീയ തന്നെ വിമർശിക്കുന്നവർക്ക് അതിൽ സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ പോസിറ്റീവായിട്ട് കാണാം. അതൊക്കെ പോസിറ്റീവ് കാണും. വിമർശനങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണില്ല. അതിനെ പോസിറ്റീവായിട്ട് കാണും. അവർക്ക് ഞാൻ ഷേക്കിന് കൊടുക്കും, അവർക്ക് ഞാൻ മനസ്സ് കൊടുക്കും. അവരുടെ അടുത്തൊന്നും എൻ്റെ പുഞ്ചിരി, എൻ്റെ മുഖത്തെ പുഞ്ചിരി വിമർശിക്കുന്നവൻ്റെ അടുത്ത് ഒരിക്കലും ഇല്ലാതാവില്ല. കുറച്ചുകൂടി പിന്നെ വിശാലമായ പുഞ്ചിരി അവർക്ക് കൊടുക്കും. അവർക്ക് ഒരു മുഖം അറിയാനും പഠിക്കാനുള്ള അവസരമാണ്. എത്ര അറിഞ്ഞാലും എത്ര പഠിച്ചാലും അവരുടേതായ രാഷ്ട്രീയം പറയുമല്ലോ. അത് അവരുടെ ചുമതലയാണ്. അത് പറയാം. ജനങ്ങൾ തിരിച്ചറിഞ്ഞോളും. മഴയെ പോലെ എല്ലാം വിരൽത്തുമ്പി നിൽക്കല്ലേ. നമ്മളൊരു വിരലമർത്തിയാൽ എല്ലാം കാണാനുള്ള സൗകര്യമുള്ള കാലത്തല്ലേ. MP-മാരുടെ MP ഫണ്ടിന്റെ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ ഇത് കാണുന്ന എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സൈറ്റിൽ പോയി നോക്കാം. കറക്റ്റ് പോയിട്ട് അന്വേഷിക്കാം. വിവരാവകാശ പ്രകാരം ഡാറ്റ എടുക്കാം. എല്ലാം തുറന്ന പുസ്തകമാണ്. ഇതിനാളുകൾക്ക് രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം. അതിനെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു. ഇപ്പോൾ കുടിവെള്ളം ഫസ്റ്റ് പരിഗണന നൽകും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൃഷിക്കും. എനിക്ക് തോന്നുന്നു മണലൂർ നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ യുവാക്കൾ ഒരുപാടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ താല്പര്യമുണ്ട്? ഷുവർ. ഒന്ന് UDF ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പുതിയ സ്കീം കൊണ്ടുവരികയാണ്. പലിശരഹിത വായ്പ 25 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി പോകും. ഒരുപാട് പേര് അഭ്യസ്തവിദ്യരായവർ മണ്ഡലം മണ്ഡലത്തിലുണ്ട്. ഒരു പുതിയ പ്ലാൻ ഇവിടെ വന്നിട്ടില്ല. സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരും. നല്ല ഐഡിയ ഉള്ള ഇത് ഈ കാണുന്നവർ മണലൂക്കാർ നോട്ട് ചെയ്ത് വെച്ചിട്ടോ. നിങ്ങളുടെ മനസ്സിനകത്തൊക്കെ നല്ല കൺസെപ്റ്റ് ഉണ്ട്, നല്ല മിടുക്കന്മാർ. ഞങ്ങളെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള അനിയത്തിമാരും അനിയന്മാരും ഞങ്ങളുടെ താഴെ ഉണ്ടെന്ന് അറിയാം. നിങ്ങളുടെ മനസ്സിനകത്ത് ഏതൊക്കെ പുതിയ കൺസെപ്റ്റ് ഉണ്ടോ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് നല്ല സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാം. ആ സ്റ്റാർട്ടപ്പുകളെല്ലാം നമുക്ക് പിന്നെ വിഷ്വലൈസ് ചെയ്യാം. അത് നമുക്ക് കൂടുതൽ സ്ഥലത്തേക്ക് ഷെയർ ചെയ്യിപ്പിക്കാം. ഐ ആം എ കോർഡിനേറ്റർ. ഞാൻ നിങ്ങളുടെ കോർഡിനേറ്റർ ആകും. ഫണ്ടിൻ്റെ ബുദ്ധിമുട്ടോ പേടിക്കണ്ട. പണം ഞാൻ സംഘടിപ്പിച്ചു തരും. ബാങ്കുകളോ വേറെ സ്ഥാപനങ്ങളോ ഉണ്ട്. അവരൊന്നും വെറുതെ ഇരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അവരെല്ലാവരും കൊണ്ട് നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് പണം കൊടുപ്പിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. പിന്നെ സ്ത്രീകൾക്ക്, മണലൂർ സ്ത്രീകൾക്ക് വേണ്ടി അവർ പുതിയ വിപണന കേന്ദ്രം കൊണ്ടുവരും. സ്ത്രീകൾക്ക് വേണ്ടി ഒരു മാർക്കറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട്. ഇതുപോലെ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം വേറെ ഇല്ല. ഒന്ന് നമ്മുടെ കോൾനിലങ്ങൾ തന്നെ, ആ നിലവിലുള്ള നിലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ഒരു തരി പോലും ബാധിക്കാതെ, 1 ഇഞ്ച് ഭൂമി പോലും അവിടെ പരിവർത്തനം വരുത്താതെ ഞാൻ ആ കോൾനിലങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിന് പോകാറുള്ള ആളാണ്. ഡോക്ടർ മീർ ഉൾപ്പെടെയുള്ള, ഡോക്ടർ ഈസ ഉൾപ്പെടെയുള്ള ആളുകളുടെ വർഷങ്ങളായി. അതേപോലെ പുലർച്ചയും സന്ധ്യയ്ക്കും ഈ കാഞ്ഞാണി മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന കോൾനിലങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ ഏകാന്ത പതികനായി അതിലൂടെ നടന്നു പോകുന്നൊരു സാധാരണ ആളാണ്. എൻ്റെ മനസ്സിൽ കടൽ പോലെ തന്നെയാണ്, കായൽ പോലത്തേക്കാളും സൗന്ദര്യമാണ് ഈ കോൾനിലങ്ങൾക്ക്. അത് കാണാൻ, അത് നമുക്ക് ആളുകൾ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ അതേപോലെ തന്നെയാണ് കനോലി കനാലിൻ്റെ തീരങ്ങൾ, മനോഹരമായ കനോലി കനാൽ തീരങ്ങൾ. ഇതെല്ലാം മണലൂർക്കാർക്ക് പിന്നെ നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് യോഗം ഉണ്ടാവും, ഭാഗ്യം ഉണ്ടാവും. അത് ഉറപ്പാണ്, 100% ഉറപ്പ്. അതിന് കാത്തിരുന്നോ, ഗംഭീരമാക്കും. നമ്മൾ മണലൂരിൻ്റെ ടൂറിസം സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തും. പിന്നെ ഇതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസിനെ പറ്റിയ സ്ഥലം വേറെ ഉണ്ടോ? കണ്ടാണശ്ശേരിയിൽ അവരുടേതായ ചില കൾച്ചറൽ സ്ഥലങ്ങളുണ്ട്. ഇതേപോലെ തന്നെയാണ് കേച്ചേരിയിലുണ്ട്, ഇളവള്ളിയിലുണ്ട്, പാവത്തി, എല്ലാം. സംസ്കൃത പണ്ഡിതനായ കുര്യാക്കോസ് മാസ്റ്റർ സ്ഥലമല്ലേ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ മുതൽ ഇങ്ങോട്ട് കോവിലം തുടങ്ങി മലയാളത്തിൽ എത്രയോ പ്രഗത്ഭന്മാരായ ആളുകളുടെ സാക്ഷ്യങ്ങൾ ഈ പേരെടുത്ത് പറഞ്ഞാലും ഞാൻ തയ്യാറാക്കുന്ന നോട്ട്. എൻ്റെ കൺസെപ്റ്റ് പേപ്പറിൽ തന്നെ ഒരു 27 പേര് ഇപ്പോൾ മണലൂരത്തെ പ്രഗത്ഭരായ ആളുകളുണ്ട്. ഒരു വലിയ കൾച്ചറൽ സെൻറ്റർ വരുമാനം എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്ന, എല്ലാവരെയും കേൾക്കാനുള്ള. പിന്നെ ഞാൻ ഈ ഫെസ്റ്റിവലുകളിൽ സൗഹൃദങ്ങളുടെ ആളാണ്.
അതെല്ലാം മണ്ണൂർക്കാർക്ക് അറിയാം, രമ്യക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞു. അറിയാം അറിയാം. കേരളത്തിൽ ആദ്യമായി ബീച്ച് ഫെസ്റ്റിവൽ അവതരിപ്പിച്ച ഞാനാണ് ഫസ്റ്റ് 2003 ഒരുമ എന്ന് പറഞ്ഞു. എല്ലാ വർഷവും എല്ലാ പഞ്ചായത്തിലും ഓരോ ഫെസ്റ്റ് നടത്തുന്നു. ഞാൻ കൊടുങ്ങല്ലൂർ പോയപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. മണലൂരിനി സൗഹൃദങ്ങളുടെ കാലമാണ്, കൂട്ടായ്മകളുടെ കാലമാണ്. മണലൂരിൽ അത് നാടൻ കലാകാരന്മാരുണ്ട്. പിന്നെ മണലൂർ ഉള്ള എല്ലാം ഉപയോഗപ്പെടുത്തും. ഈ കളിമണ്ണ് കൊണ്ട് പ്രത്യേകമായും കരവിരുത് കാണിക്കുന്ന ഒരു വലിയ വിഭാഗം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലുണ്ട്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ അവരെ നമ്മൾ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യും. ഏറ്റവും മോസ്റ്റ് മോഡേൺ ആക്കി ഏറ്റവും കൂടുതൽ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന മിടുക്കലുള്ള സ്ഥലമാണ് ഈ മണലൂർ പഞ്ചായത്തിലെ തൈക്കാട് പ്രദേശം. മണലൂരിലെ പപ്പട വ്യവസായം ഭയങ്കര ഫേമസ് ആണ്. ആർക്കും അറിയില്ല, ആളുകൾ വേറെ പലയിടത്തും പോയി വലിയ പേരില്ല. അതൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ട്രാക്കിൽ വരും. അങ്ങനെ കുഞ്ഞു കാര്യങ്ങളടക്കം ഉപയോഗപ്പെടുത്തും മനോഹരമായിട്ട്. മണലൂരിലെ ഒട്ടും വികസനം എത്താത്ത ഒരു പ്രദേശം അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എവിടെയെങ്കിലും? അതായത് മണലൂർ കാലത്തിനനുസരിച്ചുള്ള വികസനം ഭയങ്കര മാറിയില്ലേ കാലം. നമുക്കൊരു നല്ല കളിസ്ഥലമുണ്ടോ, ഒരു നല്ല ട്രാക്ക് ഉണ്ടോ, ഒരു നല്ല ഫുട്ബോൾ കോർട്ടുണ്ടോ, കുട്ടികൾക്ക് നന്നായി ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ നല്ല പിച്ച് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പുതിയ ന്യൂ ജനറേഷൻ അങ്ങനെ തുടങ്ങി ഈ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ IT-യുടെയും കാലത്തല്ല ജീവിക്കുന്നത്. എത്രയോ കുട്ടികളെ നല്ല ഐക്യവും മിടുക്കന്മാരും മിടുക്കികളായ മക്കൾ നമ്മുടെ മക്കളത്. അവർക്ക് എവിടെയെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും സ്ഥലമുണ്ടോ? എൻ്റെ മനസ്സിൽ അതിനുള്ള സ്വപ്നമുണ്ട്. അതുകൊണ്ട് അതിനവസരം ഉണ്ടാക്കും. നല്ല മണലൂരിലെ സർക്കാർ ആശുപത്രികൾ നമ്മൾ ചില 1-2 ആശുപത്രികൾ നമ്മൾ ഗംഭീരമായി മോഡർണൈസ് ചെയ്യും. സർക്കാർ ഫണ്ട് എല്ലാത്തിനും ഒരുപക്ഷെ സർക്കാർ ഫണ്ട് വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്, അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവർക്കൊക്കെ CSR ഫണ്ട് ഉണ്ട്. പോയി അപ്രോച്ച് ചെയ്ത് കിട്ടും. അങ്ങനെ പാവപ്പെട്ടവരും സാധാരണക്കാരും അഭയം പ്രാപിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ അവർക്ക് സൗജന്യമായി അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകളുണ്ടോ ആ ടെസ്റ്റുകൾ ചെയ്യാനും അതേപോലെ നല്ല ചികിത്സ ലഭിക്കാനും വേണ്ട ഒരിടമെങ്കിലും ഒരു സ്ഥലത്ത് വേണ്ടേ? ഐ പ്രോമിസ് ഷുവർ. ഞാൻ പറഞ്ഞില്ലേ, മണലൂർക്കാരെ സൗകര്യമില്ലാത്തതിൻ്റെ പേരിലും പിന്നെ മരുന്നില്ലാത്തതിൻ്റെ പേരിലും അവർക്ക് രോഗനിർണയം നടത്താൻ പറ്റാത്തതിനും ഒരാളെയും മരണത്തിന് വിട്ടുകൊടുക്കൂല. അവർ കാവലാളായി ഈ സഹോദരൻ ഉണ്ടാവും. ഇപ്പോൾ കർഷകർക്ക് എപ്പോഴും ഉള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു പരാതിയാണ്, കാരണം ഒരുപാട് ജനപ്രതിനിധികൾ വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ അത് ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു ബ്രാൻഡഡ് അരി വരെ നമുക്ക് മണലൂരിൽ നിന്ന് ഇനി പുറത്തിറങ്ങാൻ പോവുകയാണെന്ന്. അപ്പോൾ കർഷകർക്കും ഇതൊരു പ്രതീക്ഷ നൽകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണോ? തീർച്ചയായിട്ടും. നെൽകൃഷിക്കാരുടെ പോലെ തന്നെ തെങ്ങ് കൃഷി വലിയ ഉപയോഗമാണ്. മണലൂർ തെങ്ങ് കൃഷി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, VM സുധീരൻ്റെ കൂടെ നിഴലായി അദ്ദേഹം MLA ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോഴും സ്പീക്കർ ആയിരിക്കുമ്പോഴും ഞാൻ ഈ നിയോജകമണ്ഡലത്തിൽ നിഴലായി സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഞാൻ പൊതുപ്രവർത്തകനായി പിന്നീട് DCC പ്രസിഡന്റും MP ആയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാ മുക്കിലും ഞാൻ എൻ്റെ സ്പർശമേൽക്കാൻ സ്ഥലം മണലൂരുണ്ടാവില്ല, കാരണം ഫുൾ ടൈം പൊതുപ്രവർത്തനമായതുകൊണ്ട്. പ്രായം ചെന്ന ഒരുപാട് തെങ്ങുകൾ അവിടെ ചെന്നതിനും കാണാം. ആ തെങ്ങുകളെല്ലാം ശരിക്ക് അതിൻ്റെ കാലപരിധി കഴിഞ്ഞു, ഉൽപാദനക്ഷമത നിന്നുപോയി. സാധാരണ ഉൽപാദനക്ഷമത നിന്ന തെങ്ങുകൾ എന്ത് ചെയ്യും നമ്മൾ? അത് മാറ്റി അവിടെ നമുക്ക് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഉൽപാദനക്ഷമത കൂടുതലുള്ള എത്രമാത്രം വിത്തുകളുണ്ട്, അത് കൊണ്ടുവന്ന് ആ കൃഷിക്കാർക്ക് കൊടുത്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കണ്ടേ? വെള്ളം ഇല്ലെങ്കിൽ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അവർക്ക് അതിനുള്ള വളവും സൗകര്യവും കൊടുക്കണ്ടേ? പഞ്ചായത്തുകളും പിന്നെ മറ്റ് സ്ഥാപനങ്ങളും തയ്യാറാണ്. അതിന് നബാർഡിൻ്റെ പിന്തുണ നമുക്ക് കിട്ടും, വേൾഡ് ബാങ്കിൻ്റെ പിന്തുണ നമുക്ക് കിട്ടും. എത്ര വേറെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ഉൾപ്പെടെ എത്ര സ്ഥാപനങ്ങളുണ്ട്. ആരെങ്കിലും ഇത് പ്രയോജനപ്പെടുത്തിയോ? ഞാനത് പഠിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പ്ലാനുണ്ട്. മണലൂരിലെ നെല്ലുൽപ്പന്നങ്ങളുടെ പിന്നെ ബ്രാൻഡ് മാത്രമല്ല, മണലൂരിലെ നാളികേര കൃഷിക്കാരുടെ നാളികേരത്തിൽ നിന്നും മണലൂർ ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കും. അത് വെറും ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, എത്രയോ ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാത്തിരുന്നോ? മണലൂരിനി അതിൻ്റെ ഒക്കെ ഒരു ഉത്സവം വരാൻ വേണ്ടി പോവാണ്. എല്ലാ പഞ്ചായത്തിലും ഒരു ഫെസ്റ്റിവൽ കേട്ടോ, നിങ്ങൾ കാത്തിരുന്നോ കേട്ടോ. ഇളവള്ളിക്കാർക്ക് ഫെസ്റ്റിവൽ വരും, അതേപോലെ ചുവണ്ടലർക്ക് ഫെസ്റ്റിവൽ വരും, കണ്ടാണിശ്ശേരിക്കാർക്കും തൈക്കാട്ടുകാർക്കും വരും.
പാവർട്ടി കൾച്ചറൽ ഫെസ്റ്റ് വരും. ഇപ്പോ വികസനങ്ങളുടെ മാത്രമല്ല ഇനി ഒരു ആഘോഷങ്ങളുടെ കാലം അയ്യോ, കൂടിയാണെന്നാണ്. എല്ലായിടത്തും വരും. അത് മാടാനപ്പള്ളി ബീച്ച് ഫെസ്റ്റിവലും മാടാനപ്പള്ളി ബീച്ചിന്റെ നവീകരണം അത് മോഡർണൈസ് ചെയ്യപ്പെടും. കോയമ്പത്തൂർ ഏറ്റവും നിയറസ്റ്റ് ബീച്ചാ. അതേപോലെ കണ്ടശങ്കടവിൽ ജലോത്സവവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ ആ സൗഹൃദം, ഞാൻ ആ പഞ്ചായത്തിന് സൗഹൃദം എന്ന് പേരിട്ട് ഞാൻ MP ആയിരിക്കുമ്പോൾ ആ സൗഹൃദം ഡെവലപ്പ് ചെയ്യും. അതേപോലെ കനോലി കനാൽ തീരത്ത് വേറെയുണ്ട്, അരിമ്പൂര് ഫെസ്റ്റിവൽ വരും. അത് എല്ലായിടത്തും മനുഷ്യന്റെ വീർപ്പ് മുട്ടലുകളും മനുഷ്യന്റെ പ്രയാസങ്ങളും നമ്മൾ വീടുകളിൽ നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, സ്വാഭാവികം ഏത് മനുഷ്യനും സംഘർഷം ഉണ്ടാകും. ആ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താൻ ഇടങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ നമുക്ക് ആശ്വാസം കണ്ടെത്താനുള്ള പൊതു ഇടങ്ങൾ ഇല്ലാതിരിക്കുകയും അവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാംസ്കാരിക സൗഹൃദങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സൊക്കെ വീർപ്പുമുട്ടിയ നമ്മൾ കുറേ കഴിഞ്ഞാൽ ഭയങ്കരമായി ഫ്രസ്ട്രേഷനുണ്ട്. നമ്മൾ ഫേസൊക്കെ ഡിപ്രഷൻ വന്നവരുടെ ഫേസായി മാറും. എല്ലാ കണ്ണും എല്ലാ ചുണ്ടും എല്ലാ കവളും എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നതാണ് എൻ്റെ സ്വപ്നം. മണൽക്കാരെ ഞാൻ പ്ലസൻ്റ് ആക്കിക്കൊണ്ടിരിക്കും, ഉറപ്പ്. അത് കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാവും അതിനകത്ത്, BJP-ക്കാരും ഉണ്ടാവും, UDF മാത്രമൊന്നുമല്ല, പാർട്ടി ഇല്ലാത്തവരുണ്ടാവും. എല്ലാവരും കൂട്ടി ചേർത്ത് പിടിക്കും. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കും. അങ്ങനെ ഇനിയൊരു ഒരു പ്രസന്റ് ഫെസ്റ്റിവലിന്റെ കൂടി മണ്ണാക്കി മണവരെ മാറ്റും, ഷുവർ. ഇപ്പോൾ താങ്കളുടെ ഒരു പ്രത്യേകത പുസ്തകത്തിന്റെ ചങ്ങാതി കൂടിയാണ് അല്ലേ? കാരണം ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുക്കുമ്പോൾ പൂച്ചെണ്ട് വാങ്ങില്ല, അല്ലെങ്കിൽ പൊന്നാട വാങ്ങില്ല, പുസ്തകങ്ങൾ മാത്രമാണ് വാങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 36,000-ലധികം പുസ്തകങ്ങൾ താങ്കളുടെ കൈവശമുണ്ട് എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ്. അത്തരത്തിൽ ഇപ്പോൾ മണലൂർ നിയോജക മണ്ഡലത്തിൽ MLA ആയിട്ട് വിജയിക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോവുക? അത് പുസ്തകങ്ങൾ തന്നെയാണോ താങ്കൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് പുസ്തകങ്ങളെയാണ്. ഞാനൊരു കാമുകനാണ്, നല്ല കാമുകനാണ്. എൻ്റെ കാമുകിമാരാരെന്നറിയോ? പുസ്തകങ്ങളിലെ അക്ഷരങ്ങളും അതിൽ കഴിഞ്ഞ ആശയങ്ങളും. ദിവസം LDF മന്ത്രിയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാമുകന്മാരെ കുറിച്ച്. അത് വേറെ. എൻ്റെ കാമുകിമാർ പുസ്തകങ്ങൾ. എനിക്ക് എത്ര പുസ്തകം കിട്ടിയാലും മതിയാവില്ല. ഞാൻ എൻ്റെ യാത്രകളിലെല്ലാം വായനയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് തീവണ്ടി യാത്രയിലും വിമാനയാത്രയിലും എല്ലാത്തിലും. ഞാൻ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ പറ്റിയൊരു പുസ്തകം, ഒരു യാത്ര ഒരു പുസ്തകം ഞാൻ വായിച്ചു തീർക്കും. ഞാൻ മണ്ണെണ്ണ ചിമ്മിനി വായിച്ചു തുടങ്ങിയാണ്. ഞാൻ പ്രീഡിഗ്രിക്ക് നാട്ടിക സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട് വൈദ്യുതി ഇല്ല, ഒരു മണ്ണെണ്ണ ചിമ്മിനി, ഒരു ഓലക്കുടിലായിരുന്നു എൻ്റെ വീട്. എൻ്റെ അച്ഛൻ വീട്ടിൽ നാളെ കത്തിക്കാൻ മണ്ണെണ്ണ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉറൂബിലെ സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം വായിച്ചു തീർക്കാൻ വേണ്ടി രാത്രി വെളുപ്പം കാലത്ത് വരെ ഇരിക്കുമ്പോൾ, വെളുപ്പം കാലത്ത് എൻ്റെ അച്ഛൻ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി വീടിൻ്റെ ഓല വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ഇറയത്ത് ഇങ്ങനെ കമഴ്ന്ന് കിടന്ന് ഉറൂബിലെ സുന്ദരികളും സുന്ദരന്മാരും മണ്ണെണ്ണ ചിമ്മിനി വായിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ വന്ന് പിന്നെ ഇന്ന് വിളക്കൂതി ചിമ്മിനി ഓതി. കാരണം നാളെ മണ്ണെണ്ണ ഉണ്ടാവില്ല, അച്ഛൻ കടലിൽ പോയി മീൻ കിള്ളി മണ്ണെണ്ണ ഉണ്ടാവില്ല. അങ്ങനെ പിന്നീട് ആ പുസ്തകം വായിച്ചു തീർത്ത് പിറ്റേ ദിവസം എനിക്ക് ലൈബ്രറി തിരിച്ചു കൊടുക്കണം. ഞാൻ ബീച്ചിൽ പോയി തെങ്ങിൻ്റെ തണലും സൂര്യൻ്റെ വെളിച്ചത്തിനനുസരിച്ചിട്ട് തെങ്ങിൻ്റെ തണൽ മാറുമ്പോൾ മാറി മാറി അവിടെ നിന്ന് വായിച്ച ആളാണ്. അങ്ങനെയാണ് ഈ ചുണ്ടുനാവും തിരിയാൻ വർത്തമാനം എനിക്ക് അവസരം ഉണ്ടായത്. വായനയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ പ്രണയിക്കുന്ന, ഞാൻ ഹൃദയത്തിൽ ചേർത്ത് കൊണ്ടുനടക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ പുസ്തകത്താളുകളിൽ വർണ്ണം മറ്റാത്ത മയിൽപ്പീലി പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പുസ്തകങ്ങളും അതിലെ എനിക്ക് കിട്ടിയ ആശയങ്ങളുമാണ്. പുസ്തകത്തെ സ്നേഹിക്കുന്ന ഞാൻ MP ആയപ്പോൾ എനിക്ക് പൂക്കൾ വേണ്ട, ഷോള് വേണ്ട, മൊമെൻ്റോ വേണ്ട, എനിക്ക് പുസ്തകം മതി എന്ന് പറയാം. എല്ലാവരും പറയുന്നത് നടപ്പിലാക്കാൻ സാധ്യമില്ല. അതൊക്കെ ആൾക്കാർ പിന്നെ അവസാനം ഇതൊക്കെ വഴങ്ങേണ്ടി വരും. ശശി തരൂർ എൻ്റെ ഇൻറ്റിമേറ്റ് അടുപ്പുള്ള ആളാണ്. അദ്ദേഹം ഉണ്ടോ, ഞാൻ ആഗ്രഹിച്ച ആളാണ്, പക്ഷെ എനിക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പിന്മാറി. ഞാൻ അവന് ഭയങ്കര നിന്നു. ആര് വിളിച്ചാൽ ഞാൻ പറയും പരിപാടിക്ക് വരുമ്പോൾ, എനിക്ക് എന്നെ ഷോളിട്ട് സ്വീകരിക്കരുത്, എനിക്ക് ബൊക്ക തരരുത്, പൂച്ചണ്ട് തരരുത്, എനിക്ക് പുസ്തകം തരണം. ചിലർ അറിയാണ്ട് മറന്നിട്ട് അപ്പോൾ തന്നെ സോറി ഞാൻ വാങ്ങിക്കാതെ കൈകൂപ്പും. ഞാൻ പറയും, ഇന്ന് എനിക്കൊരു പുസ്തകം തരാതെ 2 പുസ്തകം എനിക്ക് എത്തിച്ചേരണം. ഞാൻ അങ്ങനെ എനിക്ക് 36,000 പുസ്തക സമ്മാനം കിട്ടി. തൃശ്ശൂർ വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ ഞാൻ ലൈബ്രറി തുറന്നു. തൃശ്ശൂർ പാർലമെൻറ്റ് നടന്ന പല ലൈബ്രറികൾക്ക് ഞാൻ പുസ്തകം കൊടുത്തു, സ്കൂളുകൾക്ക് പുസ്തകം കൊടുത്തു, കുഞ്ഞു കുട്ടികൾക്കുള്ള പുസ്തകം അംഗനവാടികൾക്ക് കൊടുത്തു. ആ പുസ്തകം മുഴുവൻ ഞാൻ സെർവ് ചെയ്തു. മണലൂര് ഞാൻ നിങ്ങളെ MLA ആവും, ഉറപ്പാണ്. ഞാനാണ് നിങ്ങളുടെ MLA, ഷുവർ, 100% ഉറപ്പ്. ഞാൻ ജയിക്കും, ഞാൻ നിങ്ങളുടെ MLA ആയിട്ട് വരും. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, ഞാൻ MLA ആയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ എനിക്ക് പൂച്ചണ്ട് തരരുത്, എനിക്ക് പൂക്കൾ തരരുത്, എനിക്ക് ഷോള് തരരുത്, എനിക്ക് മൊമെൻ്റോ തരരുത്, നിങ്ങൾ പുസ്തകം തരണം. മണലൂരിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പുസ്തകവും മണലൂരിലെ വായനശാലകൾക്ക് കൊടുക്കും, ഞാൻ മണലൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൊടുക്കും. മണലൂരിന് പുറത്തുനിന്ന് കിട്ടുന്ന പുസ്തകങ്ങളും മണലൂരിലത്തെ വായനശാല കൊടുക്കും. എനിക്ക് സ്വന്തം 2 ലൈബ്രറി ഉണ്ട്. ഞാൻ തലക്കുളം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റാണ്. തലക്കുളം സ്നേഹതീരം ബീച്ചിൽ എനിക്ക് പ്രിയദർശിനി ലൈബ്രറി കൂടിയുണ്ട്, പബ്ലിക് ലൈബ്രറി.
പക്ഷെ ഞാൻ മണലൂരിൽ നിന്ന് കിട്ടുന്ന ഒരു പുസ്തകം എൻ്റെ ലൈബ്രറിയിൽ കൊണ്ടുപോകില്ല. അതെല്ലാം മണലൂർക്കാർക്ക് തന്നെ കൊടുക്കും വായിക്കാൻ വേണ്ടി. അതുകൊണ്ട് നാളെ പ്രിയമുള്ള നമ്മുടെ സഹോദരിക്കും എനിക്കൊരു പുസ്തകം തരാം. അഡ്വാൻസ് വേണമെങ്കിൽ ഇന്ന് തന്നാൽ ഞാൻ ഒരെണ്ണം സ്വീകരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം അല്ലേ? വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇനി ഞാൻ ജയിക്കുന്ന ഉറപ്പ് എന്നേക്കാൾ കൂടുതൽ മുഴുക്കുള്ള വിശ്വാസമുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്കൊരു പുസ്തകം ഈ വേദി വെച്ച് തന്നെ ഞാൻ സ്വീകരിക്കും. ഇല്ലെങ്കിൽ പുസ്തകം സ്വീകരിച്ചേ കണക്കാക്കിയോ പുസ്തകം തരേണ്ടി വരും. ഓക്കെ, എന്തായാലും തീർച്ചയായും തരും. ഇപ്പോൾ താങ്കൾ MP ആയിട്ടും MLA ആയും ഒക്കെ പ്രവൃത്തി പരിചയമുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം ജനങ്ങളെ അറിഞ്ഞ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. എപ്പോഴും ജനങ്ങളുടെ വിഷമങ്ങൾക്കൊപ്പം കൂടെ നിന്ന് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരാളാണ്. സാധാരണ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ജനപ്രതിനിധികളാണെങ്കിൽ കൂടി അവർ നല്ല നേതാക്കളൊക്കെ ആയിരിക്കാം, പക്ഷെ അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ എപ്പോഴും ഒരു ഭയം ഉണ്ടാവുന്ന സാഹചര്യം പല സ്ഥലങ്ങളിൽ നിന്നും പല നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവർ നല്ല നേതാക്കന്മാർ ആണെങ്കിൽ കൂടി. പക്ഷെ താങ്കളോട് ആളുകൾക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞു, പുതിയൊരു മണലൂരായി മാറ്റും എന്നുള്ളതാണ് താങ്കളുടെ വാഗ്ദാനം. എന്താണ് അവസാനമായിട്ട് വോട്ടർമാരോട് പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകും, ഞാൻ നിങ്ങൾക്ക് അന്യനാവില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് ബലം പ്രയോഗിക്കുന്ന മസിൽ ഉണ്ടാകില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഫ്ലെക്സിബിലിറ്റിയോടെ കൂടെ ഉണ്ടാകും. പക്ഷെ നിലപാടുണ്ടാകും. നിലപാട് ഞാൻ വെള്ളം ചേർക്കില്ല. അതൊന്നും മതനിരപേക്ഷ നിലപാടാണ്. ഈ ശിരസ് പോകേണ്ടി വന്നാലും ഞാൻ മതേതരത്വത്തിലും മതനിരപേക്ഷത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. പക്ഷെ മനുഷ്യനെ കാണുമ്പോൾ, മനുഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ ഞാൻ നിങ്ങളുടെ തോളിൽ കയറും, ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തും, ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കും, ഞാൻ നിങ്ങളുടെ സങ്കടത്തിൽ കൂടെ നിൽക്കും. എനിക്ക് മനുഷ്യനാണ് ഏറ്റവും വലുത്. മനുഷ്യൻ്റെ പ്രയാസം ഞാൻ ജനിച്ചു വളർന്നത് അങ്ങനെ. ഞാൻ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കും, ഞാൻ എവിടെ നിന്ന് വന്നത് നോക്കും. എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ സങ്കടപ്പെട്ടാൽ ആ സങ്കടത്തിന് പരിഹാരം കാണാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഉറക്കത്തെ ബാധിക്കും. അങ്ങനെ ഞാൻ മണലൂർക്കാർക്ക് APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നം കണ്ട് ഉറക്കം നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ സങ്കടം പരിഹരിക്കാതെ ഞാൻ ഉറങ്ങൂല. കൂടെ ഉണ്ടാകും, ഞാൻ കൂടെ ഉണ്ടാകും, ഉറപ്പാണ്. എനിക്ക് എന്നെ നേരിട്ട് വിശ്വസിക്കും. 100%. ഇത് എനിക്ക് ഏക തരാനുള്ള ഏറ്റവും ഉറപ്പ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഷുവർ, ഉറപ്പായി. അപ്പൊ എന്തായാലും ഇനി അധികം സമയമില്ല. താങ്കളുടെ വിജയ പ്രതീക്ഷ പോലെ തന്നെ ആത്മവിശ്വാസത്തോടെ പോരാട്ടക്കളത്തിൽ ഇറങ്ങി വിജയം ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം മണലൂരിന്റെ വികസന സ്വപ്നങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഇനി വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് മണലൂർ നിയോജക മണ്ഡലം. 3 പാർട്ടികളുടെയും കരുത്തുറ്റരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അംഗക്കളത്തിൽ ഇറങ്ങുന്നത്. നമുക്കും കാണാൻ ആര് വാഴും ആര് വീഴും.